എജെ ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സർവീസിനെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ മിക്സിയുടെ ജാറുകൾ, നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന മിക്സിയുടെ ജാറുകൾ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ രണ്ട് ഐറ്റം ജാറിരിപ്പുണ്ട്. ഇത് സുമിത്ത് മോഡലാണ്, ന്യൂ സുമിത്ത്, പുതിയ സുമിത്ത് മോഡലിൽ നോർമലായിട്ട് വരുന്ന ജാറുകളാണിത്. ഇത് പ്രീതിയുടെ ചില മോഡലുകളിൽ വരുന്ന ജാറാണിത്. ഇതിൽ 4 സ്ക്രൂ വരുന്ന ടൈപ്പ് ബേസാണ് ഇതിൽ വരുന്നത്. കപ്ലർ 4 ലീഫാണ്. കപ്ലർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇളക്കുന്നത് റൈറ്റിലേക്കാണ് ലൂസാക്കുന്നത്. ഇതിൽ ബുഷ് തേയ്മാനം വന്നതാണ് ഈ ജാറിൽ. ഈ മധ്യഭാഗത്ത് കാണുന്നതാണ് ബുഷ്. ഷേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഷേക്ക് ഉണ്ടാകും, ബുഷ് തേയ്മാനം. ഇത്രയും പ്ലേ ഈ ബുഷിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ ജാർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ലീക്കായിട്ട് മിക്സിയുടെ മോട്ടർ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിലെ ബുഷ് മാറ്റുന്നതോടൊപ്പം ഈ ഷാഫ്റ്റിലും തേയ്മാനം വന്നിട്ടുണ്ട്. ഷാഫ്റ്റിൻ്റെ ഫിനിഷിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഷാഫ്റ്റ് കൂടെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബുഷ് വീണ്ടും പെട്ടെന്ന് തേയ്മാനം സംഭവിച്ച് ബുഷ് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാറ്റുമ്പോൾ ഷാഫ്റ്റും ബുഷും ചേർത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇത് മാക്സിമം മിക്സിയുടെ ജാറ് പണിയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടൂൾസ് ഉണ്ടെങ്കിൽ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. കാരണം ഈ നട്ട് ബേസിൻ്റെ നട്ട് ടൈറ്റ് ചെയ്യാൻ ഇത് കറക്റ്റ് സൈസാണ്. ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനുള്ളിൽ സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് നട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു സ്പാനറും കൂടെയാണ്. അതോടൊപ്പം ഇതേപോലുള്ള ജാറുകളിൽ ബുഷ് മാറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട്, ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഷാഫ്റ്റാണിത്, ബുഷ് മാറ്റാനായിട്ട് വെച്ച് ചുറ്റേക്ക് അടിച്ച് ഈ ബുഷും മാറ്റാവുന്നതാണ്. അതുപോലെ ഈ ഭാഗത്ത് ബട്ടർഫ്ലൈയുടെ മോഡൽ, ഈ ചരിവ് വരുന്ന ഒരു ടൈപ്പ് ജാറുകളുണ്ട് ബട്ടർഫ്ലൈയുടെയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ബുഷ് മാറാൻ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് ജാറ് വെച്ച് ഇതിൻ്റെ ബുഷ് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ടൂൾസ് വളരെ പ്രയോജനമുള്ളൊരു സാധനമാണ്. ഷാഫ്റ്റ് നമുക്ക് മാറ്റാം. നീളം കുറഞ്ഞ ടൈപ്പ് ബുഷാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി പുതിയ ബുഷ് എങ്ങനെയാണ് ഇതിനകത്തോട്ട് ഇറക്കുന്നതെന്ന് നോക്കാം. ഇത് മാക്സിമം ചരിയാത്ത രീതിയിൽ സ്ട്രൈറ്റായിട്ട് തന്നെ ഇറക്കണം. ചരിഞ്ഞ് കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് മാറി ഷാഫ്റ്റും ബുഷും പെട്ടെന്ന് തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഷാഫ്റ്റ് മാറ്റണം. ഷാഫ്റ്റ് മാറ്റുന്നതിന് ത്രെഡ് റൈറ്റിലേക്കാണ് ലൂസ്. ഇതേ സൈസുള്ള ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഷാഫ്റ്റ് മാറ്റാം. പ്രീതിയുടെ മിക്കവാറും എല്ലാ ജാറുകളിലും ഇതുപോലൊരു വാഷർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ വാഷർ ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് ബ്ലേഡ്, നട്ട്, മാക്സിമം അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലേഡ് ഷേക്കായിട്ട് ഈ അരയ്ക്കുന്ന സമയത്ത് ഷാഫ്റ്റിൻ്റെ ആ സ്ക്വയറിലുള്ള കട്ട് തേഞ്ഞ് റൗണ്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇറക്കി നോക്കാം. അപ്പോൾ ഇതിൽ അല്പം ടൈറ്റ് ഉണ്ട്.
ലാസ്റ്റ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അടിച്ചിറക്കിയപ്പോൾ ബുഷ് അടിച്ചിറക്കിയപ്പോൾ ടൈറ്റ് ആയതാണ്. അതിനെ ഫ്രീ ആക്കുന്നതിന് റീമർ, ഇതാണ് റീമർ എന്ന് പറയുന്നത്. ഇത് വാങ്ങാൻ കിട്ടും. ഷാഫ്റ്റ് ബുഷിൻ്റെ ഹോൾ വലുതാക്കാനുള്ള ഒരു ടൂൾസാണിത്. ഇതിനകത്തിട്ട് നമ്മൾ കറക്റ്റ് നമ്മളെ ആവശ്യത്തിന് അതിൻ്റെ സൈസ് 1-2 പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ അത് ഫ്രീ ആകും. ഓവറായിട്ട് ഫ്രീ ആവരുത്. ലൂസായി കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ലീക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം, ടൈറ്റും അല്ല ലൂസും അല്ല, ആ രീതിയിൽ ഈ വാഷറുകൾ ആവശ്യത്തിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വാഷറുകൾ ഇടാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഹൈറ്റ്. നമുക്ക് ഈ കപ്ലറിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൽ നേരത്തെ മോട്ടർ കപ്ലർ ഏതുവരെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇതിൽ ഏകദേശം ഈ ലെവൽ വരെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്പം ഹൈറ്റിൽ അല്പം കുറഞ്ഞാലും വലിയ പ്രശ്നമില്ല. എന്നാൽ ഇത് മാക്സിമം മുട്ടുന്ന അളവിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ജാർ വയ്ക്കുമ്പോൾ മോട്ടർ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അല്പം ബാക്കിലോട്ട് നിന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങൊന്ന് തീരെ ടൈറ്റായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ജാറും മോട്ടറും ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സി കൂടെ ഉണ്ടെങ്കിൽ മിക്സിയും കൂടെ വച്ച് നോക്കി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വാഷറിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ ഇതിൽ പഴയ അതേ ഹൈറ്റിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജാറിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്പ്രിങ് വാഷർ, ഇത് ഒരു പരിധി വരെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇതിൽ നടക്കും. അപ്പോൾ ഇതിന് ഷാഫ്റ്റിൽ ഒരല്പം ഓയിലിട്ട് കൊടുക്കേണ്ടതുണ്ട്. മാക്സിമം നല്ല ഓയിൽ തന്നെ ഉപയോഗിക്കുക, ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബ്ലേഡിൻ്റെ ഹൈറ്റ് മുകളിലോട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ അടി സൈഡിലിടുന്നതിൽ നിന്ന് ഒരു വാഷർ കൂടെ എടുത്ത് മുകളിലിടുകയാണെങ്കിൽ ആ ഒരു വാഷറിൻ്റെ കനം മുകളിലോട്ട് ഹൈറ്റ് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വാഷറിട്ട് സെറ്റ് ചെയ്യാം. സ്പ്രിങ് വാഷർ ഇടാം. ഇത് ടൈറ്റ് ചെയ്തില്ലെങ്കിലും വിഷയമില്ല. റണ്ണിങ്ങിൽ ലോഡ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായി ടൈറ്റ് ആയിക്കൊള്ളും. ഈ ഷാഫ്റ്റിനകത്ത് ബ്ലേഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് കറക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും അലൈൻമെൻറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. അലൈൻമെൻറ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അലൈൻമെൻറ്റ് ക്ലിയർ ആണ്, കറക്റ്റായിട്ടാണ് റൗണ്ട് ചെയ്ത് കറങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡ് പിടിയിരിക്കുന്നതുകൊണ്ട് വെയിറ്റ് കൊണ്ട് അൺബാലൻസ് ആയിട്ട് കറങ്ങുന്നതാണ് ഇങ്ങനെ ഒരു ഓളം പോലെ തോന്നുന്നത്. എന്നാൽ ശരിക്കും അലൈൻമെൻറ്റ് ക്ലിയർ അല്ലാത്ത ജാർ ഞാൻ കാണിച്ചു തരാം. ഇത് വേണ്ട ഓടുന്ന വേണ്ട, ഇത് അലൈൻമെൻറ്റ് ക്ലിയർ അല്ലാത്തതാണ്. അലൈൻമെൻറ്റ് ക്ലിയർ ആണെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു വെട്ടലില്ലാതെ ഈ ഒരു ആട്ടം ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ കറങ്ങും. അപ്പോൾ ഇത് അലൈൻമെൻറ്റ് ക്ലിയർ അല്ല. ഇതിൽ ബുഷ് എത്ര പ്രാവശ്യം മാറ്റിയിട്ടിരുന്നാലും ഒരു പക്ഷേ കിടക്കണമെന്നില്ല, പെട്ടെന്ന് ബുഷ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഒന്നുകിൽ ബുഷ് ചരിഞ്ഞിറങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഈ ബേസിനുള്ളിലെ ഹോള് ചരിവായിരിക്കാം. ഏതായിരുന്നാലും അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ബേസ് ഉൾപ്പെടെ മാറിയാലേ ക്ലിയർ ആവുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മിക്സിയുടെ മുഴുവൻ സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി അടുത്ത് വീണ്ടും കാണാം.